ജനം ടി വി വാർത്തയിൽ നടപടി. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെയും ജീവനക്കാരുടെ വിശ്രമമുറിയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ജീവനക്കാരുടെ വിശ്രമമുറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും. ഇത് എയർ കണ്ടീഷൻ ചെയ്യാൻ സ്പോൺസർഷിപ്പ് തേടുമെന്നും മന്ത്രി പറഞ്ഞു. ജനം ഇമ്പാക്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ശുചിമുറി പ്രവർത്തിക്കാത്തതും ജീവനക്കാർക്ക് വിശ്രമമുറി തുറന്നു നൽകാത്തതുമായ വാർത്ത അടുത്തിടെയാണ് ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയത്തിലാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് KSRTC ഡിപ്പോ സന്ദർശിച്ച മന്ത്രി ജീവനക്കാരുടെ വിശ്രമമുറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും നിലവിൽ ദയനീയ അവസ്ഥയാണെന്നും പറഞ്ഞു. പുതിയ കെട്ടിടത്തിൽ വിശ്രമമുറി എയർ കണ്ടീഷൻ ചെയ്യുന്നതിന് സ്പോൺസർഷിപ്പ് തേടുമെന്നും മന്ത്രി പ്രതികരിച്ചു. ജീവനക്കാരുടെ വിശ്രമമുറി മാറ്റാൻ പോവുകയാണ് അവിടെ. ആ ഒരു വളരെ ദയനീയമായ സ്ഥിതിയാണ് അവിടെ. അത് മാറ്റും. ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് അവരെ കൊണ്ടുവരും. പിന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രാദേശികമായി എന്തെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടിയാൽ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് KSRTC അത്രയും പണം ഇപ്പോൾ മുടക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് സ്പോൺസർഷിപ്പ് ഇവിടുത്തെ ജീവനക്കാരും സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കാം. പാലക്കാട് നിന്നുള്ള ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ AC എന്നതോടുകൂടി നമുക്കൊരു പരസ്യം താഴെ കൊടുക്കുക. കൂടാതെ ശുചിമുറി യാത്രക്കാർക്ക് തുറന്നു നൽകുന്നതിന് വിലങ്ങ് തടിയാകുന്നത് സെപ്റ്റി ടാങ്കിന് വലിപ്പം പോരാ എന്നതാണ്. ഇത് പരിഹരിക്കാൻ പുതിയ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്നതുൾപ്പെടെ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, പാലക്കാട്.